നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സ്വിറ്റ്സർലൻഡ് ക്ലബ്ബായ യങ് ബോയ്സ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ബാഴ്സയുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1-2 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ മൊണാക്കോ പരാജയപ്പെടുത്തുകയായിരുന്നു. ആ മത്സരത്തിൽ എറിക് ഗാർഷ്യ ഒരു റെഡ് കാർഡ് വഴങ്ങി. അങ്ങനെയായിരുന്നു ബാഴ്സയുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച വിജയം അവർക്ക് അനിവാര്യമാണ്. കാരണം നിലവിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 8 സ്ഥാനങ്ങളിൽ ഇടം നേടാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും ബാഴ്സയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിന് ഇന്നത്തെ മത്സരത്തിൽ അവർക്കൊരു വിജയം നേടേണ്ടതുണ്ട്. ഏതായാലും ഈ മത്സരത്തിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാഴ്സയുടെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇനാക്കി പെനയായിരിക്കും. ടെസ്റ്റ് ലീഗിന് പരിക്കാണ്, അദ്ദേഹം പുറത്തായിട്ടുണ്ട്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂൾസ് കൂണ്ടെ, കുബാഴ്സി, ഇനീഗോ മാർട്ടിനസ്, അലജാൻഡ്രോ ബാൾഡെ എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കസാഡോ, പെഡ്രി, ടോറെ എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ലാമിൻ യമാലും റഫീഞ്ഞയും റോബർട്ട് ലെവൻഡോസ്കിയും ഉണ്ടാകും. ഈ 3 പേരും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. പക്ഷേ ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ലാലിഗ മത്സരത്തിലും ബാഴ്സലോണ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 2-4 ഗോളുകൾക്ക് ഒസാസുന അവരെ തോൽപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് ബാഴ്സ വരുത്തിവെച്ച തോൽവിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഹാൻസി ഫ്ലിക്ക് റൊട്ടേഷൻ ഉപയോഗിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട താരങ്ങളെയെല്ലാം പുറത്തിരുത്തി യുവതാരങ്ങൾക്കായിരുന്നു അദ്ദേഹം അവസരം നൽകിയിരുന്നത്. പക്ഷേ 4 ഗോളുകൾ അവിടെ വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ്. അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടി ഇന്നത്തെ മത്സരത്തിലൊരു ഗംഭീര വിജയം ബാഴ്സക്ക് ഇപ്പോൾ അനിവാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.